എന്നിട്ട് നേരെ നിന്നിട്ട് ഫോട്ടോ ഞാൻ നേരെ സിദ്ദീഖ് എന്നോട് ലക്ഷങ്ങൾ തോളത്തൊന്ന് കച്ചു വെച്ചത് എന്താണ് സിദ്ദിഖോട്ട് ഇത്ര കലിപ്പ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇത്രയ്ക്ക് വിഷയം വരാൻ, ഇത്ര ആഘോഷിക്കാൻ, സിദ്ദിഖിനെതിരെ ഒരു കേസ് വന്നപ്പോൾ പുള്ളിക്കാരനൊക്കെ ഇത്ര ആഘോഷിക്കാൻ എന്താ കാര്യം തെരഞ്ഞറിഞ്ഞ് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇതുപോലെ കുറേ ടീം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരാളെ കാണും, ഒരു മുൻപരിചയമില്ലാത്ത ഒരാളെ കാണും, നാട്ടിലെ ആൾക്കാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി, ഞാനെന്തോ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി അലമ്പും ബഹളമൊക്കെ ഉണ്ടാക്കി തോളത്ത് കൈ വിട്ട് വലിയ ജാടയും വിലയൊക്കെ കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഈ കുഞ്ഞൻ പാണ്ടിക്കാട് സിദ്ദിഖിനെ കാണുന്നു. സിദ്ദിഖിനെ കാണുമ്പോൾ ചുറ്റുപാടുമൊക്കെ കുറേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞൻ്റെയും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പുള്ളിക്കാരനും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സിദ്ദിഖ് ഒരു ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട, അല്ലാതെ ഫോട്ടോ എടുത്തിട്ട് പോയിക്കോളാം പറഞ്ഞു. അത് നാറ്റിച്ചങ്ങ് വിട്ടു. ഇപ്പോൾ സിദ്ദിഖിനെ പറ്റി പറയാൻ നേരത്ത് സിദ്ദിഖ് എന്തോ മഹാസംഭവമാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ സിദ്ദിഖ് എന്തോ മഹാമോശമാണോ എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരാൾ പെരുമാറേണ്ടത് എന്ന് ബേസിക്കായിട്ടൊരു വെളിവ് എല്ലാവർക്കും വേണം. പൊതുവെ കുറേ ആൾക്കാർക്കില്ല. അതുപോലെ ഒരാളെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. വെറുതെ ഒരാളുടെ അടുത്ത് ഒരു ദേഷ്യം തോന്നുകയാണ്. എന്താ കാര്യം വെച്ചാൽ ഞാൻ തോളത്ത് കൈയിടാൻ പോയപ്പോൾ സിദ്ദിഖ് പറഞ്ഞു വേണ്ട. എന്നിട്ട് ഈ കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പ് കുറേ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ അല്പന്മാർ കാണിക്കുന്ന പോലെ കുറേ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്, ഞാൻ പലരോടൊപ്പം നിന്നു, ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പെരുമാറിക്കൊണ്ടിരുന്നത്, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണല്ലോ സിദ്ദിഖിന്. ഇപ്പം സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ അടുത്തേക്ക് വരും. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ ഒരാളെ കണ്ടിട്ടില്ല, ഒരാൾ ചാടി കയറി വന്നിട്ട് എന്തോ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ തോളത്തേക്ക് ഒരവകാശം പോലെ കൈ ഇട്ടിട്ട്, നിങ്ങളുടെ പെർമിഷൻ പോലും ഇല്ല, കൈ ഇട്ടിട്ട് ഒരു ഫോട്ടോയ്ക്ക് അങ്ങ് പോസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, മഹാഭൂരിപക്ഷം മനുഷ്യന്മാർക്കും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ അനാവശ്യമായി സ്വാതന്ത്ര്യം എടുക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അതുപോലെ സിദ്ദിഖ് പറഞ്ഞു ദേഹത്ത് തൊടുകയൊന്നും വേണ്ട. സിദ്ദിഖ് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. പുള്ളിക്കാരനത് ഭയങ്കര വിഷയമായിപ്പോയി, പുള്ളിക്കാരനത് അത്യാവശ്യം കലിപ്പായിപ്പോയി. ആ കലിപ്പ് തീർക്കുന്ന കലാപരിപാടിയാണ് ചെയ്യുന്നത്. ഇതുപോലെ കുറേ ടീമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ. ഇപ്പം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ മരിക്കുന്നു. ആ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾ മരിക്കാൻ നേരത്ത് ഇതിൻ്റെ ഡെയിൽ വന്നിട്ട് സെൽഫി ആയിട്ട് ഒരു വ്യക്തി ഇങ്ങനെ വരാം, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഈ മരിച്ച വ്യക്തിയെ കാണാൻ വരാമെന്ന് വെച്ചു. ഇതിന് മുമ്പിൽ കുറേ എണ്ണം വന്നിട്ട് ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കും, സെൽഫി എടുക്കാൻ നിൽക്കുന്നത്. ഒരു മര്യാദയില്ലാത്ത പരിപാടിയല്ലേ മരുടെ വീട്ടിൽ വന്നിട്ട് ഈ കോപ്രായം കാണിക്കുന്നത്. വെളിവുള്ളവരും എല്ലാം ചെയ്യുമോ? എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു പെർമിഷൻ എടുക്കാതെ എന്തോ വലിയ അവകാശമാണെന്നുള്ള രീതിയിൽ പലരുടെയും മുമ്പിൽ ചാടി വീണിട്ട് ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കുന്ന ടീമൊക്കെ ഉണ്ട്. ഈ പെർമിഷൻ എന്ന് പറയാൻ നേരത്തെ നമുക്ക് എപ്പോഴും ഒരു മൂഡൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ സെലിബ്രിറ്റി ആണോ അല്ലയോ എന്നുള്ളതല്ല, നമുക്ക് എപ്പോഴും പലതരത്തിലുള്ള വിഷയങ്ങൾ കാണും. ഈ വിഷയത്തിലൂടെ ആയിരിക്കും നമ്മൾ നടന്നു വരുന്നത്. ചിലപ്പോൾ ടെൻഷൻ കാണും, അല്ലെങ്കിൽ സന്തോഷം കാണും. സന്തോഷമാണെങ്കിൽ ഓക്കെ, ടെൻഷൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിലും ബാക്കി ഏതെങ്കിലും ഇമോഷണലാണെങ്കിലും അപ്പോഴായിരിക്കും ചാടി വീഴുന്നത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് മാറി എന്നിട്ട് പറയും എന്നാ ജോടയോടാ ഇവനൊക്കെ, ഞാനൊക്കെ ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഇവനൊക്കെ നടനായത്. വെറുതെ ഓരോന്നും തട്ടി വിടുന്ന ടീമിനെയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ജസ്റ്റ് കോമൺ സെൻസ് വേണം മനുഷ്യന്. ഒരാളുടെ ഇടയിലേക്ക് ചാടി വീഴുമ്പോൾ, ഒരാളുടെ ഇടയിലേക്ക് പെരുമാറാൻ ചെല്ലുമ്പോൾ, അയാളോട് അമിതമായ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ, അയാളുടെ ശരീരത്തിൽ തൊടുമ്പോൾ, അയാളുടെ സമ്മതമില്ല അയാളുടെ തോളത്ത് കയറി കൈയിടാൻ നേരത്ത് ആൾക്കാർ പ്രതികരിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട്, സിദ്ദിഖിനെതിരെ ഇപ്പോൾ ആരോപണങ്ങളുണ്ട്. സിദ്ദിഖ് എന്ന നടനെ നമുക്കറിയാം, ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നുമല്ല, ഏതോ കാലം തൊട്ട് നമുക്ക് സിദ്ദിഖിനെയൊക്കെ അറിയാം, ബിഗ് സ്ക്രീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ സിദ്ദിഖ് എന്താണെന്ന് നമുക്കറിയില്ല, അതിനെപ്പറ്റിയൊക്കെ ചർച്ചയും നിയമ നടപടിയൊക്കെ ഉണ്ടാവട്ടെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ സിദ്ദിഖിനെതിരെ കേസെടുത്തു എന്നുള്ള പേരിൽ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഓക്കെ. അതൊന്നും അല്ലാതെ ഞാൻ അന്ന് സിദ്ദിഖിനെ കണ്ടൊന്ന് കൈയെടുത്ത് തോളത്ത് വെച്ചപ്പോൾ സിദ്ദിഖ് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് സിദ്ദിഖിനെതിരെ ഇന്ന് ആരോപണം വരുമ്പോൾ, കേസ് വരുമ്പോൾ ഞാൻ അങ്ങ് ആഘോഷിക്കും എന്ന് പറയുന്ന അല്പത്തരം കണ്ടപ്പോൾ, ഇതുപോലെ കുറേ അല്പന്മാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെയുള്ള അല്പന്മാരെ നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ അല്പത്തരം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് അല്പത്തരമാണ്. നിങ്ങളെന്തോ വലിയ ഷോയും ജാടയും വരെയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. ഒരാളോട് അനുമതിയില്ലാതെ ചാടിക്കേറി തോളത്ത് കൈയിടാൻ നടക്കരുത്. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ മമ്മൂട്ടി ഏതോ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് നടന്നു പോകാൻ നേരത്ത് ഈ കുഞ്ഞൻ പാണ്ടിക്കാട് കിഴർന്ന് അലറി ബഹളം ഉണ്ടാക്കുന്നത് കണ്ടു. ഒരു സെൽഫി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പുള്ളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് എനിക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പുള്ളി തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മമ്മൂട്ടി മൈൻഡ് ചെയ്യാതെ മമ്മൂട്ടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മമ്മൂട്ടിയുടെ എന്താ വീഡിയോ ഒന്നും ഇടത്ത്?
നാട്ടുകാർ ഫാൻസുകാർ കയറി മെയ്യും, അതുതന്നെ കാര്യം. അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇതുപോലുള്ള കുറേ വെളിവില്ലാത്ത, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത, സമയവും സന്ദർഭവും നോക്കി പെരുമാറാൻ അറിയാത്ത മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട് എന്നുള്ള തെളിവാണ്, ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഈ മുണ്ടെടുത്ത് അലമ്പുണ്ടാക്കുന്ന ടീം. ആദ്യമായിട്ട് പേജ് കടന്ന് ഫോളോ ചെയ്യുക.